ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഗുഡ് ഈവനിങ്. വെറുതെ ഇരുന്നപ്പോൾ ഒരു അച്ചാറുണ്ടാക്കി. വീട്ടിൽ കുറേ മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല എവിടെ നിന്നാണ് ഉമ്മച്ചി കൊണ്ടുവച്ചതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് അധികം വേവിക്കാതൊക്കെയുള്ള സിമ്പിളായിട്ട് ഒരു 2 മന്തൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അച്ചാറാണ് കേട്ടോ. എല്ലാം അരിഞ്ഞ് എല്ലാം സെറ്റാക്കി ഉപ്പ് തേച്ച് വെച്ചതിന് ശേഷമാണ് എനിക്ക് അച്ചാറിടാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെടുത്തത് ഒരു 6 മാങ്ങയാണ്. അത്യാവശ്യം വലിയ മാങ്ങയായിരുന്നു. അതിലേക്ക് ഉപ്പും വിനാഗിരിയും കൂടെ തേച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. ഒന്ന് ഉപ്പ് പിടിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഇതിൻ്റെ ഒന്നും അളവ് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. കായപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാം ചട്ടിയിലേക്ക് വെച്ചിട്ട് വേണം അടുപ്പ് കത്തിക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊക്കെ അടി പിടിച്ച് കേട്ടോ. ശരിക്കും ഇതിലേക്ക് ഉലുവാപ്പൊടി വേണ്ടതാണ്. എൻ്റെ അടുത്ത് ഉലുവാപ്പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഇതാക്കിയില്ല. അങ്ങനെ ആ വറുത്ത മസാല ഞാൻ ഈ ഉപ്പും വിനാഗിരിയും കൂടെ തേച്ച് വെച്ച് മാങ്ങേൻ്റെ മുകളിലേക്ക് ഇട്ട് അത്യാവശ്യം നല്ലോണം മിക്സ് ചെയ്തു കേട്ടോ. അത്യാവശ്യം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇത്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇങ്ങനെയും കഴിക്കാം കേട്ടോ. ഇനി ഇത് വേണമെങ്കിൽ വറവിടാന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും വറവിടുന്നുണ്ട്. എനിക്ക് കുറച്ചധികം നാൾ ഇരിക്കണം, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു കസിനുണ്ട്, അവൾക്ക് അച്ചാർ പ്രാന്താണ്, അപ്പോൾ അവൾക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കാം. നല്ല ഒരു 100 ml നല്ലെണ്ണയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്ത് കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. അത് അവിടെ കിടന്ന് നോക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചേർക്കുന്നില്ല. സത്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതിലേക്ക് ഒരു മണവും ഫ്ലേവറൊക്കെ കിട്ടിക്കോട്ടെ, അതിലേക്ക് ഇറങ്ങിക്കോട്ടെ കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ട് അത്യാവശ്യം നല്ലോണം മൂപ്പിച്ചിട്ട് ഇത് ചൂടോടെ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് ഒഴിച്ചു കൊടുക്കും.